എടുത്ത കളി പോലെയല്ല ഷാഫിക്കെതിരെടുത്തിരിക്കുന്നതെന്ന് ഇനി CPM അറിയാൻ പോകുന്നതേയുള്ളൂ. തീക്കൊള്ളി കൊണ്ടാണ് തലച്ചൊറിഞ്ഞത്. ഇതിനുത്തരം ഇക്ഷ ഇണ്ണ തന്നെ വരപ്പിക്കും. ഇതിനുള്ള കരുക്കൾ ഇപ്പോഴേ കോൺഗ്രസ് നീക്കി തുടങ്ങി. ശക്തമായി പ്രതിഷേധിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ഷാഫി പറമ്പിൽ MPക്കെതിരെ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞത് ആരോപണമല്ല, അധിക്ഷേപമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് താൻ കരുതുന്നത് എന്നും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ സെക്രട്ടറി അറസ്റ്റ് ചെയ്യുകയും ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കുകയും വേണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പൊതുയോഗങ്ങളിലൂടെയും എല്ലാം സ്ത്രീകൾക്കെതിരെ ഏറ്റവും മോശമായി സംസാരിക്കുന്നത് CPIM ആണ്. തങ്ങൾക്ക് പരാതി കൊടുത്താൽ അതിൽ നടപടിയൊന്നുമില്ല. CPMന് മാത്രം ഒരു നിയമവും അല്ലാത്തവർക്ക് മറ്റൊരു നിയമവുമാണ് ഉള്ളത്. ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും അത്രയ്ക്ക് അസംബന്ധമാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. ഗുരുതര ആരോപണമാണ് ഷാഫിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് പാലക്കാട് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും. സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നിവയാണ് സുരേഷ് ബാബു ആരോപിച്ചത്. ആരോപണങ്ങൾക്കെതിരെ ശക്തമായി തന്നെയാണ് കോൺഗ്രസ് നേരിടുന്നത്. ഏത് നാറിയ കളിയും കളിക്കുന്ന CPMനെ ഇതോടെ തലയിൽ മുന്നിട്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ആ ആരോപണത്തെ വെറുതെ വിടാൻ ഒരുക്കമല്ല എന്നിപ്പോൾ പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുകയാണ്. സതീശന്റെ ആ പ്രതികരണങ്ങളിലേക്ക് പോകാം. ആരോപണമൊന്നും പറയാൻ പറ്റില്ല, അത് അധിക്ഷേപമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക, അല്ലെങ്കിൽ പച്ചത്തെറി പറയുക, എന്തും പറയുക, വിളിച്ചു പറയുക. CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പറയണത്. CPM നേതൃത്വം ചെയ്യുന്നത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ പറവൂരിലെ ഒരു കേസിൽ ഇല്ലാത്ത ആളുകളെയാണ് കേസെടുക്കുന്നത്. കൊടുക്കുന്ന ആളുകൾക്കെതിരായിട്ട് കേസാണ്, എല്ലാവർക്കെതിരായിട്ട് കേസാണ്. ആ അദ്ദേഹത്തിൻ്റെ പറവൂരത്തെ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ഭിന്നശേഷിക്കാരിയായ അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതി കൊടുത്തിട്ട് ഇതുവരെ കേസെടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? CPMകാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇല്ലാത്ത കേസ് കൂടി എടുക്കും, ഇല്ലാത്ത ആളുകൾക്ക് കൂടി, തെറ്റിയാത്ത ആളുകൾക്കെതിരെ കൂടി കേസെടുക്കും. ഇത് പരസ്യമായിട്ടൊരു ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്, അസംബന്ധവും അസഭ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അയാളെ ആദ്യ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. എന്നിട്ട് അയാൾക്കെതിരായിട്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ നടപടിയെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. കാരണം CPMന്റെ ഒരു രീതിയാണിത്. എന്നിട്ട് അവർക്കെതിരായിട്ടുള്ളൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ അത് CPMകാർ, എറണാകുളത്തെ വിഷയം CPMകാർ തന്നെയാണ് പുറത്തു കൊടുത്തത്. ഞങ്ങളാരും കൊടുത്തതല്ല, ഞങ്ങളുടെ ജോലിയല്ല അത്, ഇവർ തന്നെയാണ് കൊടുത്തത്. അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളത്തെ ഈ സംഭവം പുറത്തു വന്നത്. ആ സംഭവം പുറത്തു വന്നു. അതിൽ കാണിക്കുന്ന ആവേശവും അതിൽ വെള്ളപൂശാൻ എടുക്കുന്ന ശ്രമങ്ങളൊന്നും ഈ കാര്യത്തിലില്ല. കേരളത്തിലെ വനിതകളായ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ അധിക്ഷേപം ചൊരിഞ്ഞിട്ടുള്ള ആരാ? CPM ആണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മോശമായി സ്ത്രീകൾക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് ആരാ? CPM. പൊതുയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും ആളുകൾക്കും എതിരായിട്ട് ഏറ്റവും മോശമായി സംസാരിക്കുന്ന ആരാ? ഞങ്ങളെപ്പറ്റിയെല്ലാം എന്തെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഞങ്ങളാരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അത് എന്താണ്, ഈ നിയമത്തെ അനുസരിച്ച് വരില്ല, മറ്റേതാണ് മറിച്ചാണെന്ന് പറയും. CPMന് മാത്രമൊരു നിയമവും അല്ലാത്തവർക്ക് വേറൊരു നിയമവും. അപ്പം ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത്രയും അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജില്ലാ സെക്രട്ടറിയും ഒക്കെ കൂടിയാണ് ഞങ്ങൾക്ക് അന്ന് അത്രയും ഭൂരിപക്ഷം കൂട്ടി തന്നത് പാലക്കാട്. സംസാരിച്ച് അത് പുറത്തിറങ്ങി വന്നിരിക്കുക. കാരണം ഇവർക്കൊന്നും പറയാനില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM കുറേ ആളുകളെ ഇങ്ങനെ അയച്ചിട്ടിരിക്കുകയാണ്. കുറേ പേര് സോഷ്യൽ മീഡിയയിൽ എന്തും പറയും, ആർക്കെതിരെ എന്തും പറയാനും വേണ്ടിയിട്ടുള്ള കുറേ ആളുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അതുപോലെ ജില്ലാ സെക്രട്ടറി ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് CPM ജില്ലാ സെക്രട്ടറി എന്ന വലിയ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ ഇത്രയും വലിയ അസംബന്ധം പറഞ്ഞിരിക്കുന്നത്. CPM നടപടി എടുക്കുകയില്ലെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇവരുടെ സമീപനം എന്ന് കാണാം.